ഹലോ, ഞാനിന്നൊരു അടിപ്പൻ ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു. എന്നിട്ട് അതിലേക്ക് വേണ്ട ചേരുവകളാണ് ഞാൻ പറയണത്. അതായത് ഗരം മസാല ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകം 2 സ്പൂൺ എടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ എടുത്തായിരുന്നു. പിന്നെ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. ക്രഷ്ഡ് ചില്ലി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ റവ 3 ടേബിൾ സ്പൂൺ. അതേപോലെ തന്നെ കാശ്മീരി ചില്ലിപ്പൊടി എടുത്തായിരുന്നു, അതൊരു 2 വലിയ സ്പൂൺ എടുത്ത്. പിന്നെ നാരങ്ങയുടെ നീരെടുത്ത് അതൊരു 3 ടേബിൾ സ്പൂൺ എടുത്തു. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കറിവേപ്പിലയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഒരു മണിക്കൂറോളം ഞാൻ പുരട്ടി വെച്ചായിരുന്നു. ഒരല്പം വേണമെങ്കിൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചോ, അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി 1 മണിക്കൂർ ഞാൻ ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് നമ്മുടെ വെളിച്ചെണ്ണയിലാണ്. സൺഫ്ലവറിനേലും കുറച്ചുകൂടി ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ തന്നെ ആയിരിക്കും. നല്ല ആട്ടിയ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ അത്രയും ടേസ്റ്റും നല്ല സ്മെല്ലും ആയിരിക്കും. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവണം. നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് വെക്കണം. കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ വേണം അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട്. ഈ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ 1 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിരകിയ തേങ്ങാപ്പീരയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് അത് ഒത്തിരി അങ്ങോട്ട് മൊരിയേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗത്തോളം ഫ്രൈ ആയി വരും തേങ്ങ. അപ്പോൾ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഈ ചിക്കൻ ഫ്രൈ എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് അല്ലാതെ തന്നെ ഈ തേങ്ങ ഇടാതെ തന്നെ നമുക്ക് നന്നായിട്ട്, നിങ്ങൾക്കിപ്പോൾ അതിൽ ഞാനിങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ അതിൽ കാണാൻ പറ്റും നന്നായിട്ട് നമുക്ക് മസാല കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ റവയും കറിവേപ്പില പെരിഞ്ജീരകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെരിഞ്ജീരകം പൊടിഞ്ഞു പോകരുത്. നമുക്കൊരല്പം പാതി ഒന്ന് പൊടിഞ്ഞാൽ മതി. നമുക്കൊരല്പം കടിക്കാനും കൂടെ കിട്ടുന്ന വിധത്തിൽ വേണം നമ്മൾ പെരിഞ്ജീരകം പൊടിച്ചെടുക്കാനായിട്ട്. ഇവിടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ചിക്കൻ ഫ്രൈ ആണ് ഇത്. നമുക്ക് വെറുതെ ഇങ്ങനെ വാരി തിന്നാൻ പറ്റും. നമുക്കിപ്പോൾ ചോറിൻ്റെ ഒന്നിൻ്റെയും കൂടെ വേണ്ട, നമുക്ക് കൈകൊണ്ട് വാരി നമ്മൾ എത്ര വേണേലും കഴിച്ചുകൊണ്ടിരിക്കും. അത്രയും ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. പിന്നെ ചേട്ടന്മാർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. ടച്ചിങ്സിനൊക്കെ നമുക്ക് സൈഡായിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു ഫ്രൈ കൂടെയാണിത്. അപ്പോൾ എല്ലാവരും ഇത് നോക്കണം. ഇവിടെ ഇപ്പോൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡും കുട്ടികളൊക്കെ പറഞ്ഞേക്കണേന്ന് വെച്ചാൽ നമുക്ക് ക്രിസ്മസിന് ഈ ഫ്രൈ തന്നെ ഉണ്ടാക്കണമെന്നാണ്. അപ്പോൾ അത്രയും രുചി തന്നെയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി ഒന്ന് നോക്കണം. കുട്ടികളുടെയൊക്കെ ഇഷ്ടത്തിന് പറ്റിയ കുഞ്ഞു പീസാക്കി മുറിച്ചാൽ മതി. ഒത്തിരി വലിയ പീസൊന്നും ആക്കണ്ട, കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പെറുക്കി തിന്നാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. പിന്നെ ഞാൻ സ്വയം പൊക്കി പുകഴ്ത്തി അടിക്കണമെന്നൊന്നും വിചാരിക്കരുത്. എൻ്റെ പാചകം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത്രയും നല്ല രുചി നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിതിങ്ങനെ പറയുന്നത്. എല്ലാവരും ഒന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു.